ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചെയ്ത വീഡിയോ ഓപ്പർച്യൂണിറ്റി കാർഡ് അല്ലെങ്കിൽ ചാൻസലർ കാർഡ് എങ്ങനെ കിട്ടും, ജർമ്മനിയിലേക്കുള്ള ഒരു പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു വിസയാണ് ഓപ്പർച്യൂണിറ്റി കാർഡ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ കിട്ടും, എന്തൊക്കെ ക്വാളിഫിക്കേഷൻസാണ് നമുക്ക് വേണ്ടതെന്നുള്ള കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഡിസ്കസ് ചെയ്തത്. ഈ ആഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജർമ്മനിയിൽ എത്തിയതിന് ശേഷം എങ്ങനെ നമുക്ക് നല്ലൊരു ജോലി കിട്ടും, എന്തൊക്കെ ക്വാളിഫിക്കേഷൻസാണ് നമ്മൾ മീറ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ ഈ ആഴ്ച ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളുടെ ജർമ്മനിയിൽ നിങ്ങളെ ജോലി അന്വേഷിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇന്ത്യയിലെ ഡിഗ്രി അല്ലെങ്കിൽ നിങ്ങളുടെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ജർമ്മനിയിൽ വാലിഡ് ആണോ, അതിൻ്റെ ഒരു ഇക്വലൻസ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിന് അനർക്കനം എന്നാണ് നമ്മൾ പറയുക. നോർമലി അതിന് വേണ്ടിയിട്ടൊരു സൈറ്റ് ഉണ്ട്, ഒരു അനർക്കനം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇക്വലൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. ആ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇന്ത്യയിലെ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ജർമ്മനിയിൽ വാലിഡ് ആണോ, നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടത്തക്ക വിധത്തിൽ വാലിഡ് ആണോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളതിൽ കയറിയിട്ട് നിങ്ങളുടെ ഡിഗ്രി വാലിഡ് ആണോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ജർമ്മനിയിൽ ജോലി അന്വേഷിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പം എവിടെയാണ് ഈ വേക്കൻസീസൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്? ഇപ്പം നിങ്ങളുടെ പ്രൊഫഷൻ എന്തോ ആയിക്കോട്ടെ, നിങ്ങളൊരു ഡോക്ടറോ നഴ്സോ ടീച്ചറോ ഇനി ഒരു IT പ്രൊഫഷണലോ ഇനി നിങ്ങളൊരു ആർക്കിടെക്റ്റോ നിങ്ങളൊരു ബിസിനസ് സെയിൽസ് പേഴ്സണോ ആരോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് വേണ്ട ജോബ് ഓപ്പർച്യൂണിറ്റീസ് നല്ല ഡീറ്റെയിൽ ആയിട്ട് മേക്ക് ഇറ്റ് ഇൻ ജർമ്മനി എന്നുള്ള സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. മേക്ക് ഇറ്റ് ഇൻ ജർമ്മനിയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്തിട്ട് നിങ്ങളുടെ മുൻ പരിചയം, എക്സ്പീരിയൻസ്, അതുപോലെ നിങ്ങളുടെ ഡിഗ്രിയായിട്ട് ബന്ധപ്പെട്ട ജോബ്സ് നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്ത് സെർച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ലിങ്കും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതും കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഫെഡറൽ എംപ്ലോയ്മെൻറ്റ് ഏജൻസി ഉണ്ട്, അതും ഇതുപോലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള സൈറ്റാണ്. അതിലും വളരെ ഡീറ്റെയിൽ ആയിട്ട് റെഗുലേറ്റഡ് ആയിട്ടുള്ളതും അല്ലാത്തതുമായ 350ഓളം സ്കിൽഡ് പ്രൊഫഷൻസിൻ്റെ വേക്കൻസീസും അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കമ്പനികളിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കയറിയിട്ട് അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ വളരെ ഫേമസ് ആയിട്ടുള്ള നിങ്ങൾക്ക് അറിയുന്നില്ല, ഇൻഡീഡ് പോലുള്ള സ്റ്റെപ്പ് സ്റ്റോണ് അതുപോലുള്ള പിന്നെ മോൺസ്റ്റർ പോലുള്ള സൈറ്റുകളിൽ നിങ്ങൾക്ക് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ നിങ്ങൾക്ക് ജോബ് തീർച്ചയായിട്ടും അന്വേഷിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ ഒരുപാട് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഈ ഏത് സൈറ്റിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ജോലി സെർച്ച് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, അതായത് ലിങ്ക്ഡിൻ മെയിനായിട്ടും ഒരു സൈറ്റാണ്. സിങ്ങിലും അതുപോലെ ഒരുപാട് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ലിങ്ക്ഡിനിൽ ഞാൻ പേഴ്സണലി നിങ്ങളോട് പറയുന്നത്, ലിങ്ക്ഡിനിൽ നിങ്ങൾ എന്തായാലും ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. കാരണം ലിങ്ക്ഡിനാണ് ജർമ്മനിയിലൊക്കെ തീർച്ചയായിട്ടും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സൈറ്റ് എന്ന് പറയുന്നത്. ലിങ്ക്ഡിനിൽ നിങ്ങളൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക, തീർച്ചയായിട്ടും അവിടെയും നിങ്ങൾക്ക് ഒരുപാട് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്ത് കാണാൻ പറ്റും. ഓക്കെ. ഇനി അതല്ലാതെ നിങ്ങൾക്ക് ജർമ്മനിയിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കമ്പനി നിങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ട് അവിടെ ജോലി നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫോക്സ് വാഗനോ നിങ്ങൾ സീമെൻസിലോ എവിടെയെങ്കിലും നിങ്ങൾ അതുപോലെ ഏതെങ്കിലും ഒരു കമ്പനിയിലാണ് നിങ്ങൾ ജോലി അന്വേഷിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്ത് കാണാൻ പറ്റും. അപ്പം ഈ കമ്പനികളിലൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് HR-ന് മെയിൽ അയച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇതാണ് നിങ്ങൾ ജോലിയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മിനിമം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനി ഇത് കൂടാതെയുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നിങ്ങളുടെ കോൺടാക്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ജർമ്മനിയിൽ നിങ്ങളുടെ കോൺടാക്ട്സ് ഉപയോഗിച്ചിട്ടോ, അതായത് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നത്, സാധാരണ സ്റ്റുഡൻറ്റ് വിസയിൽ പോകുന്ന സ്റ്റുഡൻസ് എല്ലാം തന്നെ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് DHL-ഓ ആമസോൺ പോലുള്ള കമ്പനികളിലോ ഇനിയിപ്പം ബേക്കറിയിലോ റെസ്റ്റോറൻറ്റ്സിലൊക്കെ നിങ്ങൾക്ക് ഒരു പാർട്ട് ജോലി കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അതും പോസിബിളാണ്. ഇതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങളുടെ കോൺടാക്ട്സ് വേണമെങ്കിൽ ഉപയോഗിച്ചിട്ടും നിങ്ങൾക്കൊരു ജോലിയിലേക്ക് കയറാൻ പറ്റും. ഇതൊക്കെയാണ് ജോലിയായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് നിങ്ങളോടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഷെയർ ചെയ്യാനുള്ളത്. ഓക്കെ. പിന്നെ നിങ്ങൾ വൊക്കേഷണൽ കോഴ്സ്, അതായത് നല്ല ജർമ്മനിയിൽ റിക്വയർമെൻ്റ് ഉള്ള, അതായത് ഷോർട്ടേജ് ഉള്ള ഏതെങ്കിലും ഒരു പ്രൊഫഷനിൽ നിങ്ങൾക്ക് ഒരു വൊക്കേഷണൽ കോഴ്സൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു വർക്ക് പെർമിറ്റ് കോൺട്രാക്റ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പെർമനൻറ്റ് റെസിഡൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങളൊരു റെഗുലേറ്റഡ് പ്രൊഫഷനിലുള്ള ഒരാളാണെങ്കിൽ, നിങ്ങളൊരു IT പ്രൊഫഷണലോ ഒരു ടീച്ചറോ ഡോക്ടറൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രൊഫഷണൽ പ്രാക്ടീസ് പെർമിറ്റും കൂടി കിട്ടണം. അതായത് ഒരു എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് കിട്ടിയതുകൊണ്ട് മാത്രമായില്ല, നിങ്ങൾക്ക് പ്രൊഫഷണൽ പ്രാക്ടീസ് പെർമിറ്റും കൂടി കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് പെർമനൻറ്റ് റെസിഡൻസിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുക. ഓക്കെ. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ബ്ലൂ കാർഡ് വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ ഉണ്ട്. ബ്ലൂ കാർഡ് വർക്ക് പെർമിറ്റ് സാധാരണ കാറ്റഗറി അനുസരിച്ച് വ്യത്യാസമുണ്ട്. ഇപ്പം നിങ്ങളൊരു റെഗുലേറ്റഡ് പ്രൊഫഷണൽ ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറച്ച് വേവർ ഉണ്ട്. അതായത് നിങ്ങളുടെ സാലറി ഒരു 3588 യൂറോ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ബ്ലൂ കാർഡ് പെർമിറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റും. മന്ത്ലി 3588 യൂറോ ഇൻകം ഉണ്ടായാൽ മതി. ഓക്കെ.
അതേസമയം നിങ്ങൾ ഒരു റെഗുലേറ്റഡ് പ്രൊഫഷന് പുറത്തുള്ള ഒരു സ്കിൽഡ് ലേബറോ മറ്റെന്തെങ്കിലും ജോബാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സാലറി 4600 യൂറോ മന്ത്ലി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ബ്ലൂ കാർഡ് വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ മറ്റൊരു കാര്യം ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയത്, ഇപ്പോൾ ഓപ്പർച്യൂണിറ്റി കാർഡ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓപ്പർച്യൂണിറ്റി കാർഡ് തീർച്ചയായിട്ടും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്കിപ്പം റിക്വയർമെൻറ്റ്സ് ഒക്കെ മീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു എംപ്ലോയർ നിങ്ങൾക്കൊരു വർക്ക് പെർമിറ്റ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. പക്ഷേ ഇനിയും നിങ്ങൾക്ക് കുറച്ച് പ്രൊസീജിയറും കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ട് ജർമ്മനിയിലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഫെഡറൽ ഓഫീസിൽ തീർച്ചയായിട്ടും എംപ്ലോയ്മെൻറ്റ് ഏജൻസിയിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സും നിങ്ങൾക്ക് എംപ്ലോയറിൽ നിന്നുള്ള കോൺട്രാക്റ്റും കാര്യങ്ങളും എല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കാർഡ് എക്സ്റ്റൻഷനും കൂടി കിട്ടുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കവർ ചെയ്തെന്ന് വിചാരിക്കുന്നില്ല. ഇനിയും ഒരുപാട് കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ സംശയങ്ങളോ പ്രായോഗികമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും അതിനുള്ള റിപ്ലൈ തരാം. ഓക്കെ. പിന്നെ അടുത്ത ആഴ്ച നമുക്ക് പുതിയൊരു വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം. താങ്ക് യു. ബൈ ഫോർ നൗ.